അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശാസ്ത്രം, ചരിത്രം, മിസ്റ്ററികൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് റീച്ചായ സമയത്ത് തൻ്റെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷനും ദേഷ്യവും ഒക്കെ എടുത്ത് പുറത്ത് കിടുന്ന ഒരു കുണുവാവിൻ്റെ വീഡിയോ ചില ആൾക്കാർ നമുക്ക് അയച്ചു തന്നിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇപ്പോഴും ഓരോ ഇതിലേക്ക് പോവാം. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേ ആൾക്കാർ ഇങ്ങനെ കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനെ അയച്ചു തന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് വീഡിയോ ഒന്ന് തുറന്നു നോക്കി. അപ്പം നമ്മൾ ഈ കുറേ ഈ ഗാർബേജുകളൊക്കെ ഒരുമിച്ച് ഫസ്റ്റ് റിവ്യൂ ആട്ടോ നമ്മൾ ആ വീഡിയോ കണ്ട സമയത്ത് റിവ്യൂ ആണ്. അത് എല്ലാം കൂടി നമ്മൾ ഇതുവരെ കുറേ ഗാർബേജുകൾ കാണുന്നത് ഇതൊക്കെ കൂടി ഒരു ഡസ്റ്റ്ബിന്നിൽ ഇട്ട് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കണ്ടത്. പിന്നെ അതിൻ്റെ ഒരു ശൈലിയൊക്കെ ഉണ്ട്, അതായത് നമ്മളെ വല്ലാത്തൊരു കഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ നോക്കി വിചാരിക്കണം ഞാൻ എന്തോ ഒരു സാധനം അങ്ങനെ ഭയങ്കര ഒരു ഇതിൽ പറയാണ്, അങ്ങനെ വല്ലാത്തൊരു കഥ വിചാരിച്ചൊരു അളിഞ്ഞോസ് ആയിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് വ്യക്തിഹത്യയാണെന്നൊക്കെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മൂപ്പരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ വീഡിയോ ഉണ്ടോക്കാം. പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ റെഫറൻസ് സഹിതം നിങ്ങൾ പരിശോധിച്ചു നോക്കി തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ? വെള്ളപൂശുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. ഒരു വെല്ലുവിളി. ഞാൻ കുറെ റെഫറൻസ് ഒക്കെ തരുന്നുണ്ട്. ആ റെഫറൻസ് വെച്ചിട്ട് ഹദീസും ഖുറാനും തഫ്സീറും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ, അത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഭയങ്കര ഭീമാകാരമായി വളരെ ഒതന്റിക് ആയി ഒരുപാട് കാര്യം ഇതുവരെ നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത, മുസ്ലിങ്ങൾ ആരും കണ്ടിട്ടില്ലാത്ത, മുസ്ലിങ്ങളൊന്നും കാണാത്ത എന്തോ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പോകുന്ന കുറെ കാര്യങ്ങൾ ഇവർ പറയാൻ പോകുന്നത് എങ്ങാനും മുസ്ലിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ ഈ വീഡിയോയിൽ വ്യക്തിഹത്യ, മതവിശ്വാസത്തെ വ്രണപ്പെടുത്തൽ തുടങ്ങിയ ഒരു നല്ല കാര്യങ്ങളും ചെയ്യുന്നില്ല. നല്ല കാര്യങ്ങളും അപ്പൊ സർക്കാസ്റ്റിക് ആയിട്ട് പറയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങളെ മതവിശ്വാസം വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, വ്യക്തിഹത്യകളാണ്. വ്യക്തിഹത്യ നല്ലതാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അത്ര നല്ല കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ അതൊക്കെ കൂടെയാണ് ഇനി പറയാൻ പോകുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം, പിന്നെ അതായത് മൂപ്പര് ആ ഫുൾ വീഡിയോയിൽ നിന്ന് റീലാക്കി ഇറക്കിയതിൽ നിന്ന് ഒരു റീല്, അത് കുറെ ആളുകൾ നമുക്ക് അയച്ചത് ഈ റീലായിരുന്നു. മൂപ്പര് ഈ വിഷയത്തെയാണ് ഒരുപാട് ആൾക്കാരുടെ മനസ്സിലേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കൊടുത്തത്. അതൊന്ന് കണ്ടോ. ഇത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമറുല്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാമിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട്, ഹിജാബ് എങ്ങനെയാണ് സ്ത്രീകൾക്ക് നിർബന്ധമാക്കിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം, ആ സാഹചര്യം അതൊന്ന് കണ്ടോക്കെ. അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്കതൊന്ന് കണ്ടോക്കാം. നബിയുടെ കാലത്ത് അറബ് രാജ്യങ്ങളിൽ ടോയ്ലറ്റ് കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലം. മുഹമ്മദിന്റെ ഭാര്യമാർ അൽ മനാസയിൽ, അതായത് മദീനയ്ക്കടുത്തുള്ള ബാഗിയയിൽ വെളിക്കിരിക്കാൻ പോകാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഉമർ ഇബിൻ അൽ ഖത്താബ് എന്ന ആൾ അവിടെ കുളിസിൻ കാണാൻ വരുന്നത്. ഇത് ഉമറുല്ലാനു അവിടത്തേക്ക് കുളിസീൻ കാണാൻ വന്നു, മനാസയിലേക്ക്. അഥവാ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ നോക്കണം, ഉമറുല്ലാനു കുളിസീൻ കാണാൻ വന്നു എന്നാണ് മൂപ്പര് പറയുന്നത്. ഇനി ഇത് കുറച്ച് സമയം ഇത് പറയുന്നുണ്ട്, ഈ സമയത്തൊന്നും മൂപ്പര കുളിസീൻ കാണാൻ വന്നു എന്നുള്ള കാര്യത്തെ തിരുത്തുന്നില്ല. ശേഷം ഉണ്ടായ കാര്യത്തെ മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമുള്ള ബാക്കി ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. സ്ത്രീകൾ അയാളെ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോഴേ അയാൾ രക്ഷപ്പെട്ടു ഓടിപ്പോയി നബിയുടെ അടുത്തെത്തി. നബിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, നിനക്കറിയാമോ, ഇവിടുത്തെ സ്ത്രീകൾ വെളിക്കിരിക്കാനിരിക്കുമ്പോൾ അവരുടെ ശരീരം മറ്റൊരാളെ കാണാൻ വഴിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു വസ്ത്രം വേണം. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ മോഡുലേഷൻ നോക്കുക. മൂപ്പർക്ക് കിട്ടിയ ഈ ഒരു റെഫറൻസിലും ഈ സ്ത്രീകൾ ഉമറുല്ലാനെ കണ്ടപ്പോൾ കുളിസീൻ, ഓടിപ്പോയി, തന്നെ കാണാതിരിക്കാൻ ഉമ്മറത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ തരത്തിലുള്ള ഒരു സാധനങ്ങളും കിട്ടില്ല. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇതിനുള്ള ഒരു സപ്പോർട്ടിങ് സാധനം ഈ മുപ്പർ എവിടെ നിന്നാണോ ഈ സാധനം വായിക്കുന്നത് അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഇൻഫർമേഷൻ പറഞ്ഞാൽ സിംപ്ലി ഇതിലുള്ള സംഭവം എത്രയാണ്, ഉമറുല്ലാൻഹു പുറത്തേക്ക് ഇറങ്ങിയ സ്ത്രീകളിൽ ചില ആളുകളുടെ ശരീരഭാഗത്തെ മറ്റു ചില ആളുകൾ മോശത്തിൽ നോക്കാൻ സാധ്യതയുണ്ടെന്നുള്ള അർത്ഥത്തിൽ ഒരു സാഹചര്യം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ സമയത്ത് ഉമറുല്ലാൻ എന്ത് ചെയ്തു, ഈ വിഷയം പോയിട്ട് പ്രവചന സമയത്ത് പറഞ്ഞു. ഇതാണ് അവിടുന്ന് കിട്ടിയ കോണ്ടെക്സ്റ്റ്. അതിനെ മൂപ്പർ എന്ത് ചെയ്യാണ്, മൂപ്പരുടെ രീതിയിൽ വേറെ രീതിയിൽ എന്ത് ചെയ്യണം, പ്രസന്റ് ചെയ്യും. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു സാധനം കിട്ടിയാൽ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് ഫീഡ് ചെയ്യപ്പെടുക അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പം ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്ത് കഥ വന്നാലും അതിന് ഈ രീതിയിൽ ഒന്ന് ലൈംഗികമായ കഥയായിട്ട് ആ രീതിയിലേ തോന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഇത് കണ്ടത്. ഓക്കെ, പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഉമറുല്ലാനു കുളിസീൻ കാണാൻ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കുമല്ലോ, കമന്റ് സെക്ഷനിലൊക്കെ ആൾക്കാർ ചോദിക്കും, അങ്ങനെ ഒരു സംഭവം നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നില്ല, ഉമറുല്ലാനു കുളിസീൻ കാണാൻ പോയി എന്നൊക്കെ പറയുമ്പോൾ. അപ്പം കുറേ ആൾക്കാർ ചോദിക്കുകയും, അപ്പോൾ അടുത്ത വീഡിയോയിൽ അതിന് മൂപ്പരുടെ ഈ ഒരു ചോദ്യങ്ങൾ കാരണം മൂപ്പർ അതിനൊരു റെസ്പോൺസ് കൊടുക്കാൻ നെക്സ്റ്റ് വീഡിയോ റെസ്പോൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം. ആദ്യത്തെ വീഡിയോയിൽ ഉമർ അൽ ഖത്താബ് കുളിസിൻ ഒളിഞ്ഞു നോക്കി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ അതൊരു ആക്ഷേപഹാസ്യമാണ്. എങ്ങനെ ഇരിക്കുന്നു. അതെ,
ഇത് നമ്മൾക്ക് ഒരു മാന്യത ഉള്ളതുകൊണ്ട് നമ്മൾ മൂപ്പര രീതിയിൽ വേറെ രീതിയിൽ പറയാം. അതെ, ഈ സമയത്ത് ശരിക്ക് വരുന്ന റെസ്പോൺസ് യെസ് അത് ഒരു മാപ്പായിട്ട് മറ്റു പല ഖേദം ആളുകളും അല്ലേ? കാരണം അത്രയും വൃത്തിയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് പറയാണ് ഞാനതൊരു ആക്ഷേപഹാസ്യമായി പറഞ്ഞതായിരുന്നു. എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് മൂപ്പര് ഒരു നുണ പറഞ്ഞതിനെ മൂപ്പര് ശേഷം പ്രസന്റ് ചെയ്യുന്നതാണ്. എത്രയോ ആളുകൾ ബഹുമാനിക്കുന്ന വളരെ വളരെ ശ്രേഷ്ഠനായി കാണുന്ന ഒരു വ്യക്തിയെ പറ്റി വളരെ വൃത്തികേട് പറഞ്ഞിട്ട് വളരെ മോശം കാര്യം പറഞ്ഞിട്ട് ഞാനതിന് തെളിവ് ഉന്നയിച്ചിട്ടില്ല, ഞാൻ ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു റെഫറൻസും വെച്ചിട്ടില്ല. ഞാനത് എനിക്ക് തോന്നിയതുപോലെ എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ ചേർത്ത് എനിക്ക് തോന്നിയതുപോലെ വളരെ വൾഗറായിട്ട് ഞാൻ അവതരിപ്പിച്ചാണ്. അതിനൊരു പേരിട്ടു ആക്ഷേപഹാസ്യം. ഇതിൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് ഈ വിഷയം അറിയാത്ത മുസ്ലിങ്ങളുണ്ടാവും, അതുപോലെ തന്നെ അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് വിശേഷിച്ച് അവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇദ്ദേഹത്തിന്റെ രീതി. അതുകൊണ്ടോ ഒരു സാധനം യാതൊരു തരത്തിലുള്ള റെഫറൻസും ഇല്ലാതെ പറയുക, അതും അദ്ദേഹത്തിന്റെ വൾഗറായിട്ടുള്ള രീതിയിൽ മൂപ്പരുടെ മനസ്സിൽ വന്ന ഒരു വൾഗാരിറ്റി അതിൽ പിന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് അടുത്ത വീഡിയോ പറയണത് ഇതിന്റെ ഒരു ആക്ഷേപഹാസ്യം മാത്രമായിരുന്നു, അത് വളരെ സിമ്പിൾ ആയി ഒരു ആക്ഷേപഹാസ്യം മാത്രം. ഇതേ രീതിയിലാണ് ഇതിൽ കാണുന്ന ഏകദേശം എല്ലാ വിഷയവും വരുന്നത്. ഇസ്ലാമിൽ ഹിജാബ് വന്നത് എങ്ങനെയാണ്, അതിന്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് റെഫറൻസിൽ കാണാൻ പറ്റും. ഇനി വേറൊരു കാര്യം, ഈ വിഷയം മൂപ്പര് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഉമർ റളിയല്ലാഹു പ്രവാചകന്റെ അടുത്ത് പോയിട്ട് എന്താ പറയുന്നുണ്ട്. പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ഉമർ റളിയല്ലാഹു എന്താണ്, സ്ത്രീകൾക്ക് ഹിജാബ് വേണം അല്ലെങ്കിൽ വസ്ത്രം കുറച്ചും കൂടെ അധികമായിട്ട് അവർക്ക് വേണം എന്ന കാര്യം പ്രവാചകൻ അവതരിപ്പിക്കുകയാണ്. ഉമർ റളിയല്ലാഹു ഇത്തരത്തിലൊരു വൈകൃതമുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കുറയണമെന്നാണ് ആഗ്രഹം പറയുന്നത്. പക്ഷേ ഉമർ റളിയല്ലാഹു പറയുന്നത് എന്താണ്, സ്ത്രീകൾ വസ്ത്രം കൂടുതൽ ധരിക്കണം, സ്ത്രീകൾക്ക് വസ്ത്രം ഹിജാബ് അല്ലെങ്കിൽ കുറച്ചും കൂടെ അധികമുള്ള വസ്ത്രം നിർബന്ധമാക്കണം എന്നുള്ള സജഷൻ മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണ്, സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി അദ്ദേഹം കൺസേൺ ആയതുകൊണ്ടാണ്. ഒരു കുളിസീൻ കാണാൻ പോകുന്ന ആളാണ് അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. കുളിസീൻ കാണാൻ പോകുന്ന ആൾ സ്വാഭാവികമായിട്ടും, അതുപോലെ സ്ത്രീകളെ നഗ്നത കാണാൻ ആഗ്രഹമുള്ള ആൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാഹചര്യത്തെ അധികരിപ്പിക്കാനുള്ള സിറ്റുവേഷൻസ് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇതാണ് ഈ പിന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഈ പിന്നെ നമ്മുടെ കുണുവാവ കൊണ്ടുവന്നിട്ടുള്ള വിമർശനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള രീതി ഇതാണെന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 വീഡിയോസ് മൂപ്പര് 2 വീഡിയോസ് ഇറങ്ങി, രണ്ടാമത്തെ വീഡിയോ ഇറക്കാൻ വേണ്ടി മാത്രം ഞാൻ 500 വീഡിയോസ് കണ്ടിട്ടാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 500ഓളം വീഡിയോകൾ കണ്ടു, തെളിവുകൾ ശേഖരിച്ചു, റിസർച്ച് ചെയ്തു, ഒരുപാട് ആളുകളുമായി സംസാരിച്ചു. എന്നെ എതിർക്കാൻ വരുന്നവരോട് ഒന്ന് ഒതന്റിക് ആയിട്ടുള്ള ഏതെങ്കിലും റെഫറൻസ് നോക്കി അത് വായിച്ച് അത് പറയുകയാണെങ്കിൽ ഇത്ര വലിയ അപകടങ്ങൾ വരില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വീഡിയോയിൽ ആക്ഷേപഹാസ്യം എന്നുള്ള ഒരു വിശദീകരണം ഇറക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, 500 വീഡിയോസ് കണ്ട് ഇറക്കിയ വീഡിയോന്റെ കോലതാണെങ്കിൽ 500 വീഡിയോസ് നമുക്ക് ചില ആൾക്കാർ വരുന്നുണ്ട് ചിലപ്പോൾ 500 വീഡിയോ കണ്ട സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ പറ്റും. അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, കുറെ സയന്റിഫിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ആള് ഒരു പിന്നെ ഈ രീതിയിലേക്ക് തരം താണെങ്കിൽ ഒരുപക്ഷെ ഇതേ കണ്ട 500 വീഡിയോസ് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. ചില ആളുകളുണ്ട് അങ്ങനത്തെ 500 വീഡിയോയുള്ള കുറെ യൂട്യൂബ് അക്കൗണ്ടുകളുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂപ്പർ ഇത് കാണുന്നുണ്ടെങ്കിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അല്ലെ, ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് അതിന്റെ ഒരു ഇരുണ്ട വശം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ആ ചരിത്രം എന്താണ് എന്നറിയണം, എന്നാലും ഈ ഇരുണ്ട വശം വെളുത്ത വശം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള വിഷയം പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട്. മൂപ്പർ പറയുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടുനോക്കാം, അതിലെന്താ പറയുന്നത് നിങ്ങൾ കേട്ടോക്കാം. ക്രമേണ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടു. മക്കയിലെ പ്രമുഖർ, പ്രത്യേകിച്ച് പഗാൻ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ മുഹമ്മദ് നബിയെയും അനുയായികളെയും എതിർക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. മക്കയിലെ പഗാൻ മതക്കാര് ഇത് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. മീൻസ് വേറൊരാൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് കൊടുക്കും. അങ്ങനെയല്ല, 500 വീഡിയോ കണ്ട് ഇസ്ലാമിൽ ഇരുണ്ട ചരിത്രത്തിന്റെ 2 വീഡിയോ തയ്യാറാക്കിയ മനുഷ്യനാണ് ഈ പറയുന്നത്. അതിന്റെ രസം എന്താ വെച്ചാൽ ഇത് ഇത്രയും പിന്നെ ആധികാരികമായിട്ട് ഞാൻ ഇതാ എല്ലാം പഠിച്ചത് റെഫറൻസ് ഒക്കെ തരികയാണ്, വെല്ലുവിളിക്കാണ് എന്ന് പറഞ്ഞ ആള് പിന്നെ അവസാനം വീഡിയോ പറയാണ് മക്കയിൽ പഗാൻ മതം ഉണ്ട്. അതൊരു ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പഗാൻ മതം എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പഗാൻ മതമല്ല, അത് ആക്ച്വലി അവിടെയുള്ള പിന്നെ ബിംബങ്ങളൊക്കെ ആരാധിക്കുന്ന ഒരു പിന്നെ കൂട്ടരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു പഗാൻ മതം, പേഗൻ മതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയാൻ, പേഗൻ എന്ന് പറയുന്നത് പഗാൻ മതം. ഓക്കെ, ഇതാണ് അത്തരമൊരു റിലീജിയൻ, ഓർഗനൈസ്ഡ് റിലീജിയൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി അതിനെ ഞങ്ങൾ ജസ്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ പോലും പാഗൻ റിലീജിയൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അടുത്ത ഇദ്ദേഹം പറയുന്ന കളവുകളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അടുത്തൊരു വീഡിയോ കണ്ടോക്കാം. ജസ്റ്റ് വാളുകൊണ്ട് തടയാൻ പറ്റുന്നതിനെ വാളുകൊണ്ട് തടയുക, അഥവാ അതും പറ്റിയില്ലെങ്കിൽ കൈകൾ കൊണ്ട് തടയുക, അതും പറ്റിയില്ലെങ്കിൽ മാനസികമായി തടയുക. അതായത് വേണമെന്ന് വെച്ചാൽ എന്നെ കൊല്ലാൻ പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ തയ്യാറാവും.
ഓ കേരളത്തിൽ ഒരു പണിയില്ല മൂപ്പരെ കൊല്ലാൻ. അതില് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്. yes. അത് ഒരുപാട് മുസ്ലിങ്ങൾ കേട്ട ഹദീസ് ആയിരിക്കും. അഥവാ നിങ്ങളൊരു തിന്മ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഹദീസിന്റെ കറക്റ്റ് ലഫ്ള് ഇങ്ങനെയാണ് വരിക, മർഅ മിൻകും മുൻകറൻ, നിങ്ങളൊരു തെറ്റ് കാണുകയാണെങ്കിൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, നിങ്ങൾ ആ തെറ്റിനെ മാറ്റാൻ ശ്രമിക്കുക, ബിയദിഹി നിങ്ങളെ കൈ കൊണ്ട് അല്ലെങ്കിൽ അവന്റെ കൈ കൊണ്ട്, ഫൈലം യസ്തത്യ ഫബിലിസാനി, നിങ്ങൾക്ക് അത് കഴിയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ നാവ് കൊണ്ട് നിങ്ങൾ അതിനെ തടയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. ഫൈലം യസ്തത്യ ഫബി ഖൽബിഹി, നിങ്ങൾക്ക് അതിനും കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുക. വദാലിക അദ്അഫുൽ ഈമാൻ, ആ മനസ്സുകൊണ്ട് വെറുക്കലാണ് ഏറ്റവും ചെറിയ രൂപം, അതാണ് ഈമാന്റെ ഏറ്റവും താഴ്ന്ന രൂപം എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അഥവാ കൈകൊണ്ടോ നാവ് കൊണ്ടോ മനസ്സുകൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിന്മയെ തടയുക എന്ന് പറയുന്നത്. എത്ര ദിവ്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നമ്മൾക്കൊരു കാര്യം കൈകൊണ്ട് തടയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും തടയുക, ഏറ്റവും അവസാനം മനസ്സുകൊണ്ടെങ്കിലും തടയുക എന്നുള്ളത്. സമൂഹത്തിൽ ഒരുപാട് തിന്മകളുണ്ട്. തിന്മകൾക്കെതിരെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ നിങ്ങൾ നിലകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു ഹദീസിനെ എടുത്തിട്ട് ഫസ്റ്റ് കാണിച്ച തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നിലക്കും പറ്റാത്ത ഒരു വാൾ അതിന്റെ മുന്നിൽ കയറ്റിയിട്ടു. ഇതാണ് ദിസ് ഇസ് ഹൗ ഹി റെപ്രസെന്റിങ് ഇസ്ലാം. അതായത് എങ്ങനെയാണ് ഒരു മൂപ്പർക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ മൂപ്പർക്ക് വേണ്ട രീതിയിൽ വളച്ചൊടിക്കുന്നത്. ഒന്നുകിൽ അതിന്റെ ടോൺ മാറ്റും, ഒന്ന് ടോൺ മാറ്റും, അല്ലെങ്കിൽ ഒരു നോൺ അതിലേക്ക് ആഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും, അതായത് മൂപ്പർക്ക് വേണ്ട ഒരു സാധനം അതിലേക്ക് ആഡ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതിനെ പക്ക നോണം. അഥവാ 3 കാര്യങ്ങൾ പറഞ്ഞ ഹദീസിൽ 4ാമത്തെ ഒരു കാര്യം ആഡ് ചെയ്യാണ്. ആ 4ാമത്തെ കാര്യം മൂപ്പർ ആഡ് ചെയ്ത കാര്യത്തെ ഇസ്ലാമിന്റെ ഏറ്റവും അപകടകരമായ മുഖത്ത് കൊല്ലാൻ പോവാണെന്ന് പറയാം. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കള്ളത്തരം പറയാണ്. പിന്നെ ഒരു വാള് കൊണ്ട് എന്നുള്ള സാധനം നേരെ അതിന്റെ മുമ്പിൽ ആഡ് ചെയ്തിട്ട് എന്നിട്ട് മൂപ്പർ അത് വെച്ച് നമ്മൾ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള നിലക്കുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ. ഇതാണ് അവസ്ഥ. അപ്പം ഒന്നാമതൊരു വാള് ആഡ് ചെയ്യുകയും ചെയ്യുന്നു, അത് വെച്ചിട്ട് ഇസ്ലാമിന് മൊത്തം. ഓക്കെ, പിന്നെ ഓക്കെ. അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മദീനയിൽ ഇസ്ലാം മദീനയിലേക്ക് എത്തിയല്ലോ. ആളുകൾ റസൂലൊക്കെ മദീനയിലേക്ക് എത്തി. മദീനയിലെത്തിയ സമയത്ത് പിന്നെ മദീനയിലുള്ള ആൾക്കാരൊക്കെ നല്ല പിന്നെ ഇവർക്ക് കുറെ പണം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ പണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നമ്മൾ മുന്നേറണമെങ്കിൽ ഇസ്ലാമിലേക്ക് ചേരണം എന്ന് ആൾക്കാർ തീരുമാനിച്ചു എന്നാണ് നമ്മൾ കണ്ടുവെക്കാം. മുസ്ലിങ്ങളുടെ സാമ്പത്തിക വളർച്ച കാണുന്ന മറ്റു ആളുകളും മുസ്ലിം ആവാൻ ആകർഷിതരും നിർബന്ധിതരുമായി. ആകർഷിത നിർബന്ധിതമാകാൻ മാത്രം വലിയൊരു സാമ്പത്തിക വളർച്ചയിലായിരുന്നു മദീനയിൽ. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ സാധാരണ ഒരു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഇയാളുടെ വീഡിയോ കണ്ട് വിശ്വാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇതോടെ പോകും. കാരണം നമുക്ക് അറിയുന്ന ഒരുപാട് ചരിത്രമുണ്ട്. മുസ്ലിങ്ങൾ പഠിച്ച ചരിത്രത്തിൽ എത്ര വ്യക്തമാണ് മുസ്ലിങ്ങൾക്ക് മദീനയിലും മക്കയിലൊക്കെ അനുഭവപ്പെട്ട പട്ടിണി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഓരോ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 2 കറുത്ത സാധനങ്ങൾ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഭക്ഷണം എന്ന് പറയുന്നുണ്ട്. അത് വെള്ളത്തെയും അതേപോലെ തന്നെ കാരക്കയെ പറ്റി പറയുന്നത്. കാരക്കയും വെള്ളവും മാത്രം കഴിച്ചു ജീവിച്ചിരുന്ന നേതാവിന്റെ ഭാര്യയും. അതെ, അത് മാത്രമല്ല നമ്മൾ ഈ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം രാത്രി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ്, ഇസ്ലാമിന്റെ സെക്കൻഡ് ലീഡർ, ഇസ്ലാമിന്റെ സെക്കൻഡ് ലീഡർ, ഒന്നാമത്തെ ഖലീഫയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് വരികയാണ്. ചോദിക്കുമ്പോൾ മൂപ്പരിക്കും സെയിം കണ്ടീഷനാണ്. ഭക്ഷണമില്ല. ഫസ്റ്റ് ലീഡറും വിഷം ഇറങ്ങുന്നു, സെക്കൻഡ് ലീഡറും വിഷം ഇറങ്ങുന്നു. പിന്നെ അടുത്തൊരാൾ വരികയാണ്, ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനും ഭക്ഷണമില്ല, വീട്ടിൽ ഭക്ഷണം ഇല്ലായിട്ട് വിശന്നിട്ട് പട്ടിണിയായിട്ട് ഇവർ 3 പേരും പിന്നെ കണ്ടുമുട്ടുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇത്രയും പട്ടിണിയിൽ ജീവിക്കുന്ന ആൾ. ഇനി ആ ചരിത്രങ്ങൾ ഓരോന്ന് വായിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ അത്രയധികമാണ്. ഇപ്പോൾ സന്തക് യുദ്ധത്തിന് സമയത്ത് അഥവാ കിടങ്ങ് കുഴിക്കുന്ന വേള, ആ യുദ്ധം ഉണ്ടായിട്ടില്ല അവിടെ. ആക്ച്വലി ശത്രുക്കൾ വന്ന് ഒരു മുസ്ലിങ്ങൾ മദീനക്ക് ചുറ്റും ഒരു കിടങ്ങ് ഒഴിക്കുന്നു. ആ കിടങ്ങിന്റെ പുറത്ത് ശത്രുക്കളായിട്ടുള്ള ആളുകൾ ലോക്കാവുന്നു. അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റാതെ അവർ തിരിച്ചു പോകേണ്ടി വരണം. അപ്പൊ ഈ കിടങ്ങ് ഒഴിക്കുന്ന വേളയിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്നുണ്ട്. ഈ അധ്വാനിക്കുന്ന സമയത്ത് പ്രവാചകനും സ്വഹാബിമാർക്കും ഭക്ഷണം കഴിക്കാനില്ല. വിശന്നിട്ട് വയറിന് മുകളിൽ ഖനം അല്ലെങ്കിൽ കല്ല് വലിയ പാറക്കഷ്ണം കയറ്റി വെച്ചിട്ട് അവര് ജോലി ചെയ്യണം, കടങ്ങൊഴിക്കാൻ. അപ്പൊ ആ നിലക്ക് വരെ പട്ടിണി അന്ന് ഉണ്ടായിരുന്നു എന്നറിയുന്ന മുസ്ലിങ്ങൾക്ക് പിന്നെ ഒരു കൂട്ടരെ പറ്റി മനസ്സിലാക്കിയാൽ ഇപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന ആളുകളിൽ പല ആളുകളെയും മദീനയിലെ അൻസാറുകളുമായിട്ട് പ്രവാചകൻ സാഹോദര്യത്തിലാക്കിയിരുന്നു. അങ്ങനെ സാഹോദര്യത്തിലാക്കിയിട്ട് ഓരോരുത്തർ സംരക്ഷണം നൽകുക എന്നുള്ള രീതിയിലാക്കിയിരുന്നു. അങ്ങനെ ആക്കി അവസാനം മദീനയിലുള്ള ഓരോ അൻസാറുകൾക്കും ഓരോ മുസ്ലിങ്ങൾക്കും മക്കയിൽ നിന്ന് വരുന്ന മക്കയിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെ സഹോദരന്മാരാക്കിയതിന് ശേഷവും കുറേ മുസ്ലിങ്ങൾ മുഹാജിറുകളായിട്ടുള്ള അല്ലെങ്കിൽ മക്കയിൽ നിന്ന് വന്ന ആളുകൾ ബാക്കി വന്നു. അങ്ങനെ ബാക്കി വന്ന ആളുകൾ മദീനയിൽ അഭയാർത്ഥികളെ പോലെ കഴിയായിരുന്നു. അവർ അഹ്ലു സുഫ എന്ന് പറയും. അവർക്ക് ഉടുക്കാൻ വസ്ത്രം ഉണ്ടായിരുന്നില്ല, കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പ്രവാചകൻ ഇവരെ ഓരോ നേരവും ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ മറ്റുള്ളവരോട് എൻകറേജ് ചെയ്തിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് കഴിയെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രതിഫലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ എൻകറേജ് ചെയ്തിട്ട് ഇവരെ ഭക്ഷണത്തിന് കൊണ്ടുപോകാൻ, ഇവർക്ക് വസ്ത്രം ദാനം കൊടുക്കാൻ, ഓരോ ആളുകളും വിളവെടുക്കുന്ന വേളയിൽ മദീനയിൽ വിളവെടുക്കുന്ന വേളയിൽ ആ വിളവിൻ്റെ ഒരു ഭാഗം
മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്ന്, അഥവാ മദീനയിലെ പള്ളിയിൽ അവിടെയായിരുന്നു അഹ്ലു സഫക്കാർ ജീവിച്ചിരുന്നത്, മദീനയിലെ പള്ളിയിലായിരുന്നു. അവിടെ കൊണ്ടുവന്ന് തൂക്കാൻ, അഥവാ പഴാണെങ്കിലും മറ്റു ധാന്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ പ്രവാചകന്റെ കൽപ്പന ഉണ്ടായിരുന്നു. ആ സംവിധാനം മസ്ജിദ് നബവിയിൽ അഥവാ മദീനയിലെ പള്ളിയിൽ അവിടെയായിരുന്നു അഹ്ലു സഫക്കാർ ജീവിച്ചിരുന്നത്. അപ്പോൾ ആ മദീനയിലെ പള്ളിയിൽ ആ സംവിധാനം ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. അപ്പം അത്രമേൽ പ്രയാസത്തിലായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത്. ഒരു ദിവസം പ്രവാചകൻ്റെ മകളായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ജോലിയൊക്കെ എടുത്ത് എൻ്റെ കൈയൊക്കെ വലിയ രീതിയിൽ പ്രയാസത്തിലാണ്, എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, ഒരു ജോലിക്കാരനാക്കി തരണമെന്ന് പ്രവാചകനോട് പറയുന്ന സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാണ് ഫാത്തിമ നിനക്കൊരു ജോലിക്കാരനാക്കി തരാന്നുള്ളത്. ആരാണ് പറയുന്നത്? ആ നാട്ടിലെ പിന്നെ നമുക്ക് ആ ലീഡറാണ് പറയുന്നത്. മദീന പറയുമ്പോൾ റൂളറും കൂടി ആയിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സ്വന്തം മകളോട് പറയുന്നത് അതിനുള്ള സാമ്പത്തിക നില നമുക്കില്ല എന്നുള്ളത്. ഈ മദീനയിലേക്ക് അവർ വരുമ്പം തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ വലിയ സ്വത്തുക്കൾ മക്കയിൽ വിട്ടേച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം മാത്രമല്ല പിന്നെ വലിയ സമ്പന്നരാണ്, പണക്കാരായിരുന്നു, മക്കയിൽ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നത്. മാത്രമല്ല ഇപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇസ്ലാം പറയുന്ന സമയത്ത് സ്വീകരിച്ച ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അതിൽ പാവപ്പെട്ടവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പാവപ്പെട്ടവർ, ദരിദ്രർ, അടിമകളായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പം ഈ സമ്പത്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ മുസ്ലിങ്ങളാവുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ മുസ്ലിമായിട്ട് മാറുന്നത്. അത് മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിന്നെ വീഡിയോ ഇട്ട ആൾക്കാരോടും മൂപ്പരോടാണ് പറയുന്നത്, നിങ്ങൾ പിന്നെ യാതൊരു തരത്തിലും ഒരു ധാരണയും നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് ഇല്ല എന്നുള്ളതാണ്. ഒന്നുകിൽ ധാരണ അല്ല, അല്ലെങ്കിൽ നേരത്തെ മറ്റേ വാള് എന്നുള്ളത് ഒരു ഹദീസിന്റെ മുന്നിൽ ചേർത്തതുപോലെ ഡെലിബറേറ്റ്ലി നിങ്ങൾ കളവ് പറയാൻ ശ്രമിക്കുകയാണ്. ഇനി അത് കളവ് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ചില സൈറ്റുകളോ ചില വ്യക്തികളുടെ വീഡിയോസ് ഒക്കെ നേരത്തെ പറഞ്ഞാൽ 500 വീഡിയോസ് ഒക്കെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ആരുടേതാണ് എന്നുള്ളതാണെങ്കിലും കുണുവാവ് ശ്രദ്ധിക്കേണ്ട കാര്യം, കുണുവാവതി ഇസ്ലാമിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്നുകിൽ അതിന്റെ സോഴ്സുകൾ പഠിക്കാം, പിന്നെ 500 വീഡിയോ 200 വീഡിയോ എങ്കിലും മുസ്ലിങ്ങളെ ശ്രമിക്കാന്നുള്ളതാണ്. 2 വീഡിയോ മതി. ഞാൻ എത്ര 2 വീഡിയോ മതി. ഞാൻ ചില ഇതിൽ കൊടുത്ത ചില പിക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ഭീകരമായിട്ട് എന്തൊക്കെ പിക്ചേഴ്സ് ഒക്കെ കാണുന്നത്, ഞാൻ പോയിട്ട് ഗൂഗിൾ ലെൻസിൽ നോക്കിയ സാധനം ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത കുറെ സാധനങ്ങൾ, പിന്നെ ഏതൊക്കെയോ ആർട്ടുകൾ ഇതൊക്കെ കൊടുത്തിട്ട് എന്തോ ഈ ഉമർലാറിന്റെ ചിത്രം ഒന്ന് അയച്ചാൽ പറ്റുകയാണെങ്കിൽ നമ്മളത് ആരും കണ്ടിട്ടില്ല, നമ്മൾ കാണാത്ത കുറെ പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു രീതി. ഇനി പിന്നെ വേറൊരു അടുത്തൊരു രസകരമായിട്ടുള്ളൊരു സംഭവം നോക്കി, ആദ്യം വീഡിയോ കണ്ടോക്കാം, എന്നിട്ട് നമുക്ക് കമന്റ് ചെയ്യാം. ലൈംഗിക സുഖത്തിന് വേണ്ടി ടെമ്പററി മാരേജ്, അതായത് അൽ മുത്ത വിവാഹത്തിനുള്ള അനുവാദം. അതിന്റെ ഒരു മുസ്ലിംസ് ഇതിനെ അൽ മുത്ത എന്നും സുന്നി മുസ്ലിംസ് ഇതിനെ അൽ മിസ്യർ എന്നാണ് വിളിക്കുന്നത്. ലൈംഗിക സുഖത്തിന് വേണ്ടി ടെമ്പററി മാരേജ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള 1 മണിക്കൂറിൽ തുടങ്ങി 99 വർഷം വരെ നീളുന്ന ഉടമ്പടിയാണ്. അതിന് സ്ത്രീക്ക് പണവും ലഭിക്കും. സുന്നി മുസ്ലിങ്ങളിൽ ഇത് വിരുദ്ധമാണ്, എങ്കിലും ബാക്കി മുസ്ലിങ്ങൾക്ക് ഇത് അനുവദനീയമാണ്. തൈസർ അൽ ബരി ഷർ സഹി ബുഖാരി വോളിയം 6 പേജ് 116, സഹി മുസ്ലിം 1406 അല്ലെ എന്താ പറഞ്ഞു വരുന്നത്? മുത്തുവ വിവാഹം ഇസ്ലാം അനുവദനീയമാക്കി. ഒന്നാമത്തത് ആർക്കും ആരുമായും, ഇദ്ദേഹം പിന്നെ ബയോലൊക്കെ കൊടുത്തിട്ടുള്ള ഞാൻ എയ്ത്തിസ്റ്റ് ആണെന്നാണ്, അപ്പൊ ആർക്കും ആരുമായും എപ്പോഴും ആണെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്ന ആൾക്കാരാണ് ഒന്നാമത്തത്. ഇത് മണിക്കൂറും 99 വർഷം ഒന്നുമില്ല, എപ്പോ വേണമെങ്കിലും 1 മിനിറ്റിന് പിന്നെ വേണ്ടത് എന്താണ്? കൺസെന്റ് മാത്രം മതി. കൺസെന്റ് ഇല്ലെങ്കിൽ വേറെ വിഷയം. ഓക്കെ, അപ്പൊ അത് മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പൊ മുത്തുവ വിവാഹത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ പറഞ്ഞു അവരുടെ പെർസ്പെക്റ്റീവിൽ മുത്തുവ വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ കരാറുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. ഇല്ലാത്ത ഏറ്റവും മുത്താ വിവാഹം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. 2 പേര് തമ്മിലുള്ള ബന്ധത്തിന് എന്തിനാണ് ഇത്ര ഒരു കരാർ? ഒരു 6 മണിക്കൂർ മുതൽ എന്നൊക്കെ എന്തിനാണ് പറയുന്നത്? അതിന് കരാറിന്റെ ആവശ്യമില്ല, അത് ഒരു ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു വന്നത് മുത്തുവ വിവാഹം ഇസ്ലാമിൽ ഉണ്ട് എന്നാണ് പറഞ്ഞു വന്നത്. പക്ഷെ അവസാനത്തോട്ട് എത്തുമ്പോൾ അതൊക്കെ മാറിപ്പോവാണ്. നോക്കാം നമുക്ക്. മുഹമ്മദ് ടെമ്പററി മാരേജ് അനുവദിക്കുന്നു, പിന്നീട് തടയുന്നു, പിന്നെയും അനുവദിക്കുന്നു, പിന്നെയും തടയുന്നു, പിന്നെ അത് പൂർണ്ണമായി നിർത്തലാക്കുന്നു. പറഞ്ഞത് പൂർണ്ണമായി നിർത്തലാക്കുന്നത് മൂപ്പർക്ക് തന്നെ 500 വീഡിയോ മനസ്സിലായി. ഇത് ആ 500 വീഡിയോ തന്നെ മനസ്സിലാകുമ്പോഴേക്കും മുഹമ്മദ് നബി ഇത് പൂർണ്ണമായി നിർത്തലാക്കിയിട്ടുള്ളത്. ഇപ്പൊ പറയാണ് മുസ്ലിംകളായിട്ടുള്ള സംഭവമാണ്. എനിക്ക് മനസ്സിലാവില്ല എന്താണ് പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാവില്ല. ഇത് മുത്തുവ വിവാഹത്തെ കുറിച്ച് ഇപ്പോൾ കുറെ ഇസ്ലാമിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓരോ, ഞാൻ പറഞ്ഞില്ലേ ഇത് കുറെ എണ്ണം ഉണ്ട്, നമുക്ക് പിന്നെ എടുത്താൽ തീരൂല. അപ്പൊ അത്രയുണ്ട്, അതിൽ ചിലത് എടുത്താണ്. അപ്പൊ അതിൽ മുത്തുവ വിവാഹം എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഭീകരമായിട്ടുള്ള ഒരു സംഗതി നടക്കാൻ പോവാണ്. 1 മണിക്കൂർ മുതൽ 99 വർഷം വരെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരാറൊക്കെ ഉണ്ട്. എന്നിട്ട് അവസാനം പറയാണ് ഇത് മുഹമ്മദ് നബി പൂർണ്ണമായി നിരോധിച്ചാണ്. എന്തിനാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ മുഹമ്മദ് നിരോധിച്ചാന്ന് അർത്ഥം ഇസ്ലാമിൽ ഇതില്ല എന്നുള്ളതാണ്. പിന്നെ ഇസ്ലാമുണ്ട് പറയാം. ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളാണ്, ഫുള്ള് പ്രശ്നങ്ങൾ മാത്രമാണ്. ഇസ്ലാമിൽ ഇങ്ങനെ കുറേ പിന്നെ അനീതികളാണ്, അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ്, ഈ രീതിയിൽ ആൾക്കാർക്കെതിരെയുള്ള
എന്നിട്ട് പിന്നെ അപ്പോൾ ഇസ്ലാമിൽ എന്തെങ്കിലും നന്മ ഉണ്ടോ? നന്മ സാധാരണ നമ്മൾ ഇവിടുന്ന് ആൾക്കാർ പറയുമല്ലോ ഇസ്ലാമിൽ കുറച്ചെങ്കിലും നന്മ ഉണ്ട്, കാരണം കള്ള് അല്ലെ മദ്യം നിരോധിച്ചു, അതൊക്കെ ഒരു സാമൂഹികമായിട്ട് നമ്മൾ നോക്കും, സമൂഹത്തിന് നന്മ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുമല്ല, അതും അങ്ങനെ നന്മ കണ്ടിട്ടുള്ള ഒരു പരിപാടി ഇസ്ലാമിൽ ഇസ്ലാമിൽ നന്മ എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പറ്റും ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുണുവിന്റെ അടുത്ത് കൊണ്ടുവരുത്തുമ്പോൾ എന്ത് ചെയ്യും, അതിനായിട്ട് വേറെ നമുക്ക് നോക്കി നോക്കാം. അപ്പം നമ്മൾ സാധാരണ പറയുന്ന ഒരു സാധനമാണ് ആൽക്കഹോൾ എന്നുള്ളത്. അതായത് ആൽക്കഹോൾ നിരോധിച്ചു എന്നുള്ളത്. ഇപ്പം നമ്മൾ എത്രയൊക്കെ ആധുനിക സമൂഹത്തിൽ നോക്കിയിട്ടും നടക്കാത്തൊരു കാര്യം, ഇസ്ലാമിക സമൂഹത്തിൽ ആൾക്കാരുടെ മനസ്സ് മാറ്റി പിന്നെ ഈ ആൽക്കഹോളിനും അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ അത് വളരെ വലിയൊരു നവോത്ഥാനമായിട്ട് ഒരുപാട് ഭരണകൂടങ്ങൾ മദ്യനിരോധനം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഇസ്ലാം വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് നടത്തിയെടുത്തു എന്നുള്ളതിന് വളരെ വലിയൊരു നവോത്ഥാനമൊക്കെ ആയിട്ട് എല്ലാവരും പറയുന്നതാണ്. അപ്പൊ അതും അങ്ങനെയല്ല കേട്ടോ, മൂപ്പര് പറയുന്നത് നമുക്ക് കണ്ടുനോക്കാം. എന്തുകൊണ്ടാണ് മദ്യവും പലിശയും ഇസ്ലാം മതത്തിൽ വിലക്കപ്പെട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? മുഹമ്മദിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആളുകൾ മദ്യപിച്ചാൽ യുദ്ധം ചെയ്യാൻ ആളുകൾ കുറയും. എങ്ങനെയുണ്ട് മുഹമ്മദിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ട ആളുകൾ മദ്യപിച്ചാൽ യുദ്ധം ചെയ്യാൻ ആള് കുറയുന്നതാണ്. യുദ്ധം ചെയ്യാൻ ആൾക്കാർ കുറയുന്നോണ്ടാണ് മദ്യപാനം നിരോധിച്ചത്. അല്ലാണ്ട് വേറെ സാമൂഹികമായിട്ടുള്ള നന്മ സാധനം ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ആക്കി തരുന്നതാണ്. അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജസ്റ്റ് ഇപ്പം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ മദ്യം നിരോധിച്ചത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അറിയാൻ വേണ്ടി ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇസ്ലാമിൽ മദ്യം നിരോധിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. മദ്യം നിരോധിക്കുന്നതിൽ ആദ്യം പറയുന്നത് മദ്യം മോശമാണെന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാരുടെ മദ്യത്തിനോട് വെറുപ്പുണ്ടാക്കുകയാണ്, നല്ലതല്ല എന്ന് പറയാം. അപ്പോഴും മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ മദ്യപിക്കുന്ന ആളുകൾ ഉണ്ട്. രണ്ടാമത്തെ കൽപ്പന എന്ന് പറഞ്ഞാൽ ലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുതെന്നുള്ളതാണ്. ഹത്താ തഅലമു മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് വരെ നിങ്ങൾ മദ്യപിക്കുക. അഥവാ നിസ്കാരത്തിൽ ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളതാണ് മദ്യനിരോധനത്തിന്റെ ആദ്യത്തെ ഘട്ടം. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി, നിസ്കാരം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയിൽ ആ സമയത്ത് നിങ്ങൾക്ക് മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? 5 നേരം നിസ്കാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ ഷെഡ്യൂൾ കുറയാണ്. അതിപ്പോൾ സ്ഥിരം മദ്യപിക്കുന്ന ആള് ഇപ്പോൾ തായാലും മാതാക്കൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, അല്ലെങ്കിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയണം. അതായത് സുബഹിന്റെയും ലുഹറിന്റെ ഇടയിൽ വേണമെങ്കിൽ മദ്യപിക്കാം, കുറച്ച് സമയമുണ്ട്. ലുഹറിന്റെ അസറിന്റെ ഇടയിൽ മദ്യപിക്കാൻ പറ്റില്ല, കാരണം മദ്യപിച്ചാൽ അസറിന് പറയുന്നത് എന്താണെന്ന് അറിയില്ല. അസറിന്റെയും മഗ്‌രിബിന്റെ ഇടയിൽ മദ്യപിക്കാൻ പറ്റില്ല, മദ്യപിച്ചാൽ മഗ്‌രിബിന് എന്താ പറയുന്നത് മനസ്സിലാവില്ല. മഗ്‌രിബിന്റെ ഇശന്റെ ഇടയിൽ മദ്യപിക്കാൻ പറ്റില്ല, പിന്നെ മദ്യപിക്കാൻ പറ്റുന്ന ഇശയ്ക്ക് ശേഷമാണ്. അഥവാ സ്ഥിരമായി മദ്യപിച്ചിരുന്ന ആളുകളോട് ആദ്യം പറഞ്ഞു മദ്യം മോശമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ 2 നേരമായി ചുരുക്കണം എന്ന് പറഞ്ഞു. ഇതിലൂടെ ഇൻഡയറക്ട്ലി 2 നേരം ചുരുക്കണം. അപ്പോൾ 2 നേരം ചുരുക്കുന്ന ആളുകളോട് പിന്നെ പറയാണ് ഫഹലൻതു മുൻതഹൂൻ, നിങ്ങൾക്ക് പിന്നെ ഇതിന്ന് വിട്ടു നിൽക്കാൻ സമയമായി, ഇനിയും ഈ ഒരു മോശം കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ സമയമായിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്യുവർലി ഒരു സമൂഹത്തെ വളരെ മനോഹരമായി ശുദ്ധീകരിച്ചെടുക്കുന്ന പ്രക്രിയ നമുക്ക് കാണാൻ കഴിയാം. അതായത് അവരെ മേലെ ഇമ്പോസ് ചെയ്യല്ല. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ആ സമയത്ത് പിന്നെ വലിയ മദ്യത്തിന്റെ വീപ്പകൾ, മദ്യം വിൽക്കുന്ന ആൾക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾ ഉണ്ടാവുമല്ലോ, അവരിത് കേട്ടപ്പോൾ അവസാനം നിങ്ങൾക്ക് വിരമിക്കാറായില്ലേ എന്ന് കേൾക്കുന്ന സമയത്ത് അവരവരുടെ ഈ വലിയ മദ്യത്തിന്റെ വീപ്പകൾ പൊട്ടിച്ച് ആ സമയത്ത് തന്നെ പൊട്ടിക്കാൻ, ഇത് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് തുപ്പിക്കളയാണ്. എന്നിട്ട് ഈ വീപ്പകൾ പൊട്ടിച്ച് മദീനയിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകിയെന്നുള്ളതാണ്. അത് ഞങ്ങൾക്കിത് വേണ്ട, റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിതിന് ആവശ്യമില്ല. ഈവൻ ചില റിപ്പോർട്ടുകളിൽ ആ മദ്യം ഒഴുകിപ്പോയ സ്ഥലത്ത് മുളച്ച ചില ചെടികൾ അല്ലെങ്കിൽ പുല്ലുകൾ അത് ഭക്ഷിച്ച കന്നുകാലികളുടെ മാംസം പോലും ഞങ്ങൾ ഭക്ഷിക്കില്ല എന്ന നിലപാടിലേക്ക് പോലും എത്തുമാറ് മദ്യത്തോട് വളരെ നെഗറ്റീവായിട്ട് ആറ്റിറ്റ്യൂഡ് ആളുകളിലേക്ക് ഉണ്ടാക്കാൻ എന്ത് ചെയ്തു? ഈ കൽപ്പനയും പറ്റി മനുഷ്യരെ പരിവർത്തിപ്പിക്കുകയാണ് ആക്ച്വലി ഇസ്ലാമിന് അവിടെ ചെയ്യാൻ പറ്റിയത്. കേവലം മദ്യത്തെ ഒഴിവാക്കല്ല, മനുഷ്യരെ ടോട്ടൽ എന്ത് ചെയ്യാണ്, ലഹരിയിൽ നിന്ന് മാറ്റിയെടുക്കാൻ ചെയ്തത്. ഈ അപ്രോച്ചിനെയാണ് മൂപ്പര് പറഞ്ഞത് ഇത് ഇപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ ആൾക്കാർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മദ്യം നിരോധിച്ചത്. അതേ നമ്മൾ മനസ്സിലാക്കണം, യുദ്ധത്തിന് ഇതിനേക്കാൾ ഫോക്കസ് ചെയ്യുന്ന, യുദ്ധത്തിന് ഇതിനേക്കാൾ ഫണ്ട് ചെയ്യുന്ന, യുദ്ധത്തിന് ഇതിനേക്കാൾ ശ്രദ്ധ കൊടുക്കുന്ന ബാക്കി ഒരുപാട് ആർമികളുണ്ട്, ഒരുപാട് രാജഭരണങ്ങളുണ്ട്, ഒരുപാട് കൂട്ടരുണ്ട്. അവരൊക്കെ മദ്യം റിവാർഡായി കൊടുക്കുക ചെയ്യുന്നത്. ഇന്ത്യയിൽ പോലും ജവാൻ നമുക്കറിയാം, അതായത് ഇന്ത്യയിൽ പോലും ഏത് രാജ്യത്തും അങ്ങനെ, എല്ലാ രാജ്യങ്ങളിലും അന്നും ഇന്നും ഈ ആർമിയിലുള്ള അല്ലെങ്കിൽ പോരാടുന്ന യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് മദ്യത്തെ റിവാർഡായിട്ടോ അല്ലെങ്കിൽ അവരുടെ കമ്മിറ്റ്മെന്റിന് കൂട്ടാനോ വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയമാണ് മൂപ്പര് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കുമ്പോൾ കുറച്ച് ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലെങ്കിലും വ്യാഖ്യാനിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി നന്നാവും എന്നുള്ള അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ അവർ യുദ്ധത്തിന് തോറ്റുപോകും. തോറ്റുപോകുന്നതുകൊണ്ടാണ് അപ്പം മദ്യം നിരോധിച്ചതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരു ആയത്തിറക്കി മദ്യപിക്കാൻ പാടില്ല എന്നത്. അതുപോലെ തന്നെയാണ് പലിശ. അങ്ങനത്തെ ആയത്ത് മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞല്ലോ എങ്ങനെയാണ് ആയത്തുകൾ, എങ്ങനെയാണ് രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. യഹൂദന്മാർ ചെയ്തിരുന്ന ജോലിയായിരുന്നു പണം കടം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ എതിർക്കാൻ വേണ്ടി പലിശയും
വിരുദ്ധമാക്കി. യഹൂദന്മാർ മാത്രമായിരുന്നു മദീനയിൽ ക്യാഷ് കടം കൊടുത്തത്. അവരെ സാമ്പത്തികമായിട്ടും സൈക്കോളജിക്കലും തകർത്ത് കളയുക സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയുന്ന ഒരു മൂവാണ് ആക്ച്വലി പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇസ്ലാം എന്ത് ചെയ്തത്, ഈ പറയുന്ന പലിശയെ നിരോധിച്ചതെന്നുള്ളതാണ് മൂപ്പരുടെ കണ്ടെത്തൽ. ഇത് എനിക്ക് തോന്നുന്നില്ല വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മളൊന്ന് വിശദീകരിച്ച് കഴിഞ്ഞു. വളരെ ലളിതമായി ഇത്രേ ഉള്ളൂ. മനസ്സിലാക്കാവുന്ന സാധനം. പിന്നെ വലിയ ചോറിന്റെ ഒരു വറ്റ് എടുത്താൽ നമുക്ക് മനസ്സിലാവില്ല ചോറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ അവസ്ഥ. മൂക്ക് കീഴ്പോട്ടുള്ള ആളുകൾക്ക് ഇതായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തൊരു കോമഡി നോക്കാം. കരുണീമണികളായ വിശുദ്ധ സ്ത്രീകളാണ് ഹൂറികൾ. അവരെ സ്വർഗത്തിലാണ് കൊടുക്കുന്നത്. ഈ ചിത്രത്തിൽ ഇതിനെപ്പറ്റിയുള്ള അനവധി റെഫറൻസസ്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത്, പെണ്ണിനെ തരാം എന്ന് പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കുന്ന വേറെ ഒരു മതമോ ഗ്രന്ഥമോ ദൈവമോ ഉണ്ടാകില്ല. അതായത് ഇസ്ലാമിൽ മാത്രമേ സ്വർഗത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകളുണ്ട് എന്നൊരു കൽപ്പന എന്നൊരു ഇത് ഇവര് സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ 500 വീഡിയോസ് എവിടെ നിന്നാണ് ഇവർ കണ്ടതെന്നുള്ളൊരു സംശയമുണ്ട്. ഇത് സ്ഥിരം പറയുന്ന ഒരു സാധനമാണ്, സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തരുണീമണികളായിട്ടുള്ള സ്ത്രീകളെ കിട്ടും. ഇത് പിന്നെ ഇസ്ലാമിലല്ലാണ്ട് വേറെ ഏതെങ്കിലും മതത്തിലുണ്ടോ, ഇത് പറയുന്നുണ്ടോ, ഇങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇപ്പോൾ പിന്നെ മഹാഭാരത് അതിൽ നമുക്ക് കാണാൻ പറ്റും, സ്വർഗത്തിലുള്ള അപ്സരസുകൾ അവിടെ വസിക്കുന്നു. അപ്പോൾ അപ്സരസുകൾ ഉണ്ട്. അപ്പൊ ഹൂറില്ല, അപ്സരസാണ് അതായിരിക്കും അതാണ് ഹൂറുകൾ കിട്ടുക എവിടെയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്താലും മൂപ്പരത് റഫർ ചെയ്തിട്ട് പറയുന്നതല്ല. ഇവരെ മനസ്സിൽ എന്താണ് ബയാസ് കിടക്കുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ കിടക്കുന്നുണ്ട്, വേറെ ഒരു മാത്രമല്ലോ ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യുന്നു അങ്ങ് തുറന്ന് പറയാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും റീസണോ വേറെ എന്തെങ്കിലും റെഫറൻസോ അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടൊന്നുമല്ല. ഇനി ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് ഇസ്ലാമിൽ എല്ലാം പ്രശ്നമാണ്. ശരിക്കും ഒരു അനൗൺസ്മെന്റ് എല്ലാ മുസ്ലിങ്ങളും അറിയേണ്ട അനൗൺസ്മെന്റ്. ഇത്രയും കാലം മുസ്ലിം നമ്മളാർക്കും അറിയാത്തൊരു സംഭവം നമുക്കൊന്നും അറിയാം. ഇത്രയും കാലം മുസ്ലിങ്ങളായിട്ട് ജീവിച്ചിട്ട് നമുക്കൊന്നും അറിയാത്ത ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഇസ്ലാമിന്റെ ഇരുണ്ട ചരിത്രത്തിൽ പറയാൻ പോവാണ്. അത് നമുക്കൊന്ന് കണ്ടുപോകാം. ഹിന്ദു മതത്തിൽ പോലും ഉള്ളതിലധികം ജാതീയത, വംശീയതയ്ക്കുള്ള അനുവാദം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് 50ഓളം ജാതികളെ കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചു നോക്കാം. ധോബി മുസ്ലിം, ഗരാഡി മുസ്ലിം, നായി മുസ്ലിം, ഷെയ്ഖ് കേട്ടാ, ഇസ്ലാമിലെ ജാതിയാണ്. പിന്നെ മുഗൾ, സയ്യിദ്, പത്താൻ, ഓക്കെ, പിന്നെ ഖാൻ, ഖാദിരി, മൗലവി, പിന്നെ എന്താണ് വേറെ പീർസാദ, മൗലാന, ഫറാസ്, ഫക്രൂദ്, മിസ, ബൈഗ്, അഹമ്മദ്, ഇങ്ങനെ പോയി മുല്ലാജി, മോറി, നക്വീർ. മൗലവി ഒന്നും കൊടുത്തില്ല. അല്ല, ഇതില് എനിക്കൊന്ന് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, ഒരൊറ്റ ഒരു സാധനം വിട്ടുപോയിട്ട് 50 കൊടുത്തിട്ടുണ്ട്. 51ാമത്തെ ഒരു സാധനം ഉണ്ട്. കോയാണോ? കോയുണ്ട്. പിന്നെ വേറെ സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് പോയ കുറച്ച് ആൾക്കാരെ കുറിച്ച് എമുക്കൾ. അപ്പൊ ഇത് ഒന്ന് അപ്ഡേറ്റഡ് അല്ല, കറക്ഷൻ കൊടുക്കണം. അടുത്ത വീഡിയോ ഇറക്കിയിട്ട് പറയണ ഒന്ന് അപ്ഡേറ്റഡ് ആണ്. 51ാമത്തെ ജാതിയായിട്ട് ഇസ്ലാമിൽ എമു എന്ന് പറയുന്ന ഒരു ഇപ്പൊ ജാതി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിൽ അഷ്റഫ് എന്ന് പറഞ്ഞാൽ മേൽ ജാതിയിലുള്ള ആളുകളുമായി വിവാഹം കഴിക്കുന്ന ആളുകൾ. വാവോ, ഇത് കേൾക്കുന്നല്ലേ കേരളത്തിലെ അഷ്റഫ്? മനസ്സിലാവാത്തത് കേരളത്തിൽ എങ്ങനെ വിശ്വസിക്കുക? ഇത് മുസ്ലിങ്ങളുമായിട്ട് തീരെ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ ഇതെന്താ ചിലപ്പോ നിങ്ങൾക്ക് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇപ്പൊ കുറെ ഖാൻ, പത്താൻ, യൂസഫ് പത്താൻ, ഷാറൂഖ് ഖാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. മമ്മൂട്ടി, ദുൽഖർ, മമ്മൂട്ടി, തങ്കന്മാര്, പിന്നെ യൂസഫ് പത്താനൊക്കെ. ഇതൊക്കെ ഏതോ സിനിമ കാണന്മാരുണ്ടല്ലോ, പ്രേം നസീർ, റഹ്മാൻ, ആസിഫ് അലി, വൈസിയൊക്കെ ഉണ്ട്. വരേണ്ടായിരുന്നു മുസ്ലിമാണ്. അപ്പൊ ഏതോ ലോട്ട സൈറ്റ് കയറി കിട്ടിയ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഏതോ ഒരു ഗ്രൂപ്പ് സൈറ്റ്, താങ്കൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ, ഇസ്ലാമിന്റെ യഥാർത്ഥമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ 500 വീഡിയോസ് മറന്നു വരുത്. അങ്ങനെ ഒരു ഏതോ ഒരു ഗ്രൂപ്പ് കാണുന്ന സാധാരണക്കാരുണ്ടല്ലോ, ഇസ്ലാമിൽ ജാതി ഉണ്ടോ എന്നുള്ളൊരു സംശയം തോന്നിയാൽ സ്വാഭാവികമായിട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറെ വിഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഖാൻ, പത്താൻ, പട്ടേലൊക്കെ പല രൂപത്തിലുണ്ട്. അതെന്താ വെച്ചാൽ നാട്ടിലുള്ള കൾച്ചറിൽ രൂപപ്പെട്ട ചില കുടുംബ പേരുകളുണ്ട്. ഇപ്പോൾ പട്ടേൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുസ്ലിങ്ങൾ ചില പട്ടേലുകളും കാണാൻ കഴിയും, അതേപോലെ തന്നെ നോൺ മുസ്ലിംസ് ചില പട്ടേലുകൾ കാണാൻ കഴിയും. അതാണ് പട്ടേൽ കുടുംബം, പട്ടേൽ വിഭാഗം, പട്ടേൽ ഗോത്രം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയൊരു കൾച്ചറലി മുന്നേ ഇവിടെ നിലനിൽക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ്, രൂപമാണ്. ഇസ്ലാം അവരിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പേരോ കുടുംബ പേരോ ഗോത്രമോ ഒന്നും ഒഴിവാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് അവരുടെ പേരിൽ ആ കാര്യം കിടക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മക്കയിലുണ്ടായിരുന്ന ഖുറൈശി ഗോത്രം, ആ ഖുറൈശി ഗോത്രത്തിന് മക്കയിൽ വലിയ സ്ഥാനമായിരുന്നു. ആ ഖുറൈശികൾ മുസ്ലിങ്ങളായപ്പോൾ അവർ ഖുറൈശികൾ തന്നെയാണ്. അതിൽ ചില ആളുകൾ സ്വാഭാവികമായിട്ടും ആ ഖുറൈശികളുടെ പേര് ഒപ്പം കൂട്ടുന്നുണ്ടെങ്കിൽ അത് അവരങ്ങനെ കൂട്ടി തന്നെ മുന്നോട്ട് പോകുന്നു. ഇസ്ലാം പറയുന്നത് എന്താണ്? നിങ്ങളിൽ ആർക്കും
ഒരു ഒരു അധമത്വമോ ഒരു ആഢ്യത്വമോ ജന്മം കൊണ്ട് ലഭിക്കുന്നില്ല, നിങ്ങളുടെ കുടുംബം കൊണ്ട് ലഭിക്കുന്നില്ല. അതിനി ജനിച്ചത് ഇന്ന വിഭാഗത്തിലോ ഇന്ന കൂട്ടത്തിലോ ഇന്ന ഗോത്രത്തിലോ ആണെന്നുള്ളത് കൊണ്ട് ഒരാളും അധമനോ ഒരാളും ആഢ്യനോ ആവുന്നില്ല. അത് ഏതൊക്കെ രീതിയിൽ? മക്കയിൽ അടിമകളായിട്ടുള്ള ആളുകൾ അഥവാ ആഫ്രിക്കയിൽ ജനിച്ച നീഗ്രോകളായ വളരെ മോശം ബുള്ളിങ്ങിന് വിധേയരായിരുന്ന മക്കയിലെ അടിമകളായിട്ടുള്ള ആളുകളെ പോലും എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ ഖുറൈശികളുടെ ഒരേ സ്ഥാനത്ത് നിർത്തിയിട്ടാണ് പ്രവാചകൻ ഈ കൽപ്പന പറയുന്നത്. അതായത് കൾച്ചറലി പല നാട്ടിലും ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ വിഭാഗങ്ങളും അതിനെയൊക്കെ അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാവി തക്കുവ എന്നാണല്ലോ. അതായത് അള്ളാഹിൻ്റെ അടുത്ത് ഒരാൾക്ക് പിന്നെ ഉന്നതി കിട്ടുന്നത് ഏതെങ്കിലും ജാതിയിൽ അയാൾ ജനിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രത്തിൻ്റെ ഭാഗമായി അയാൾ ജനിച്ചത് കൊണ്ടല്ല, മറിച്ച് അയാൾക്ക് എത്രത്തോളം തക്കുവ ഉണ്ട്, അല്ലേ, അയാൾക്ക് എത്രത്തോളം പിന്നെ അള്ളാഹുലേക്ക് അയാൾ അടുത്തിരിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഉന്നതി കിട്ടുന്നത്. നിങ്ങളെ വ്യത്യസ്തരാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നിറവ്യത്യാസങ്ങളും കുടുംബ വ്യത്യാസങ്ങളൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ളതെന്ന് പറയുന്നു. ഒരാൾക്കും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ടോ സ്ഥലത്ത് ജനിച്ചു എന്നുള്ളതുകൊണ്ടോ ഒരു ഉയർച്ചയോ താഴ്ചയോ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് എത്രത്തോളമാണ് ഇസ്ലാം ഇത്തരത്തിൽ വിവേചനങ്ങൾക്കെതിരെ നിൽക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിക്കുന്നതിനുള്ള ചെറിയ തർക്കം വന്നു. ആ സമയത്ത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മയെ പറ്റി, അഥവാ ഉമ്മ കറുത്തവളാണ്, നിങ്ങൾ കറുത്തവളുടെ മകളാണെന്ന തരത്തിലൊരു കറുത്തവളുടെ മകനെ വിളിക്കണ്ടായി. അപ്പോൾ വിളിച്ച സമയത്ത് സങ്കടമായിട്ട് പ്രവാചകനടുത്ത് പരാതി പറഞ്ഞു. പറഞ്ഞ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വളരെ കർക്കശമായ പ്രവാചകൻ അതിനെ വിലക്കി, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അതിൽ പറഞ്ഞാൽ നിന്നിൽ ജാഹിലിയത്തിന്റെ എലമെന്റുകൾ ഉണ്ട്. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു അജ്ഞതയായിരുന്നു, ആ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിന്റെ എലമെന്റുകൾ നിന്നിൽ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ശേഷിക്കുന്നു. അതാണ് നീ ഇങ്ങനെ വിളിക്കാൻ കാരണം. അതാണ് ഇസ്ലാമിന്റെ കൽപ്പന, കമാൻഡ്. ആ കമാൻഡ് കേൾക്കുന്ന മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, പരിവർത്തനം എന്താണെന്നുള്ളത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അഥവാ ഞാൻ ഒരാളുടെ റേസ് അഥവാ ഒരാളുടെ നിറത്തിൻ്റെ പേരിൽ ഞാൻ ഒരാളെ അധിക്ഷേപിച്ച് പോയി, ഒരു വാക്ക് പറഞ്ഞു പോയി, ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. അഥവാ ഇസ്ലാം എനിക്ക് പഠിപ്പിക്കുന്ന ദർശനപ്രകാരം ഒരാളും എന്നേക്കാൾ താഴ്ന്നവനാകുന്നില്ല. അവൻ്റെ ജന്മം കൊണ്ടോ നിറം കൊണ്ടോ വർഗം കൊണ്ടോ ദേശം കൊണ്ടോ എന്നേക്കാൾ താഴ്ന്നവനാകുന്നില്ല. ഞാൻ അവനെ എൻ്റെ പഴയ ചില ബോധ്യങ്ങൾ വെച്ച് പഗാൻ മതത്തിൻ്റെ കുറച്ച് ബോധ്യങ്ങൾ വെച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ അധമനാവുകയാണ്. എത്ര മനോഹരമായിട്ട് ഇസ്ലാം എന്ത് ചെയ്യുന്നു? മനുഷ്യർ തമ്മിലുള്ള ഈ ഒരു മാനവികതയും തുല്യതയും പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ പരിവർത്തനം നടത്തി ഇസ്ലാമിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ജാതീയതയുടെ ഈ ഹൈന്ദവ മതത്തിലുള്ളതിനേക്കാൾ ജാതികൾ ഇവിടെ ഉണ്ട്. ഹൈന്ദവ മതത്തിലുള്ള ജാതികളുടെ രീതി എന്താണെന്ന് നമുക്കറിയാം. അത് പിന്നെ എന്താണ്, ഓരോ ആൾക്കാരെ ഓരോ തട്ടിലാക്കി മാറ്റുന്ന, അവർക്ക് ഇന്ന ജോലിയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള വിഷയം. അപ്പം അങ്ങനെ ആ രീതിയിൽ ആളുകൾക്ക് ഇപ്പം ചില ആൾക്കാർ നടന്നു പോകുമ്പോൾ വേറെ ചില ആൾക്കാർ ആ വഴിയിൽ നിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ വഴിയിലൂടെ പിന്നെ ഉന്നത കുലജാതരായിട്ടുള്ള ആൾക്കാർ നടക്കുമ്പോൾ ഇത്ര ഡിസ്റ്റൻസ് വേണം, അല്ലെങ്കിൽ ആ വഴിയിലൂടെ നിങ്ങൾ നടക്കാൻ പാടില്ല. അപ്പോൾ ആ നിലക്കൊക്കെ ഉള്ള ഒരു ജാതീയത നിലനിന്നിരുന്ന ഒരു സമൂഹം ആണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവിടെ പിന്നെ ഇസ്ലാമിനെ അതിനെതിരാണ് ഇപ്പോഴത്തെ ഒരു പിന്നെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ജാതീയതയും കാര്യങ്ങളൊന്നും പാടില്ല, അത് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഇസ്ലാമും എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇല്ലാത്ത നല്ല മതമൊന്നും അല്ല. ഞാൻ നേരത്തെ അറിയില്ല, ഇസ്ലാമിൽ നന്മ എന്നൊരു സാധനമില്ല. നന്മ ഇല്ലേനും ലോകത്ത് കാണുന്ന എല്ലാ തിന്മകളും ഇസ്ലാമിൽ മാത്രമാണ് ഉള്ളത്, മറ്റുള്ള മതത്തിനേക്കാളും ഇസ്ലാമിലാണ് ഉള്ളത് എന്നുള്ള നിലക്ക് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജാതി ഇങ്ങനെ ഈ രീതിയിലുള്ള ഇയാൾ പറഞ്ഞിട്ടുള്ള ജാതി എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഇത് അവസ്ഥകൾ മനസ്സിലാക്കി. ഇതേപോലത്തെ കുറേ ഇട്ടിട്ടാ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്നെടുത്താണ്, ഒരു സാധനം എടുത്താണ്. ഓക്കെ, ഇനി പിന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പറയുമ്പോൾ അവരുടെ ഒരു ശൈലി നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആ ശൈലിയും കൂടി വളരെ പിന്നെ അതൊന്ന് കണ്ടോ, ഒരു വീഡിയോ നമുക്ക് കണ്ടോ. മിടുക്കനായിരുന്ന കുട്ടി മുഹമ്മദ് അതെല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ അവനൊരു വിളിപ്പേര് കിട്ടുന്നു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ എന്ന അർത്ഥമുള്ള എൽ അമീൻ. അക്കാലത്തെ അറബ് സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ബഹുദൈവ ആരാധനയിലും സാമൂഹിക അനീതികളിലും അദ്ദേഹം അസ്വസ്ഥനായതിനെ തുടർന്ന് ഏകനായി ധ്യാനിക്കുന്നതിനായി മക്കയിലെ ഹിറാ ഗുഹയിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയും. അതായത് അവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായിട്ടുള്ള അനീതികൾ ഒന്ന് പറഞ്ഞല്ലോ, ജാഹിലിയത്തിന്റെ കാലഘട്ടമാണ്, ഒരുപാട് അനീതികളുണ്ട്, ബഹുദൈവ ആരാധന പോലെയുള്ള തെറ്റുകൾ അവിടെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പിന്നെ സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ്, ഹിറാ ഗുഹയിലേക്ക് മാറി ധ്യാനിക്കാൻ എന്നല്ല, ഒറ്റക്ക് പോയി ഇരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിങ്ങനെ പറഞ്ഞു വന്നിട്ട് അവിടത്തേക്ക് എത്തുന്നു. വിഗ്രഹാരാധന, പാവപ്പെട്ട സ്ത്രീകളോടുള്ള അവഗണന തുടങ്ങിയ കാര്യങ്ങൾ കണ്ട മുഹമ്മദിന് അതൊന്നും സഹിക്കാനായില്ല. നെഞ്ചുടുക്കൽ ആ റെസ്പോൺസ് ഒന്ന് അല്പത്തരത്തിന്റെ പ്രോ രൂപ മൂപ്പര് കാണിക്കാണ്. സിമ്പിളി മൂപ്പര് മുന്നിൽ വന്ന ഇൻഫർമേഷൻ എന്താണ്?
മുഹമ്മദ് നബി മുമ്പ് പറഞ്ഞ പ്രകാരം തന്നെ പാവപ്പെട്ട സ്ത്രീകളോടുള്ള അവഗണന, അതേപോലെ തന്നെ ഒരുപാട് ദൈവങ്ങൾ ആരാധിക്കുന്നു, ആരാധനക്ക് അർഹരല്ലാത്ത പല ആളുകളെയും വലുതാക്കി വെക്കുന്നു, സമൂഹത്തിൽ ഒരുപാട് അനീതികൾ നടക്കുന്നു. ഇത് കണ്ട് മുഹമ്മദ് നബിക്ക് സങ്കടമായി. ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതെല്ലാവരും അംഗീകരിക്കുന്ന തെറ്റുകളാണല്ലോ, ശരിയാണല്ലോ ഈ പറയുന്ന, പിന്നെ സാമൂഹികമായിട്ടുള്ള ഈവൻ നിരീശ്വരവാദികൾ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ സാധനം ഇവർ കിട്ടി, ഇൻഫർമേഷൻ കിട്ടി, ഇത് പറയണം വീഡിയോയിൽ. കാരണം 500 വീഡിയോ കണ്ട് പ്രിപ്പയർ ചെയ്താണ്. അപ്പൊ പറയണം. ഇത് പറയുമ്പോൾ പോസിറ്റീവായിട്ട് ആൾക്കാർക്ക് തോന്നിയാലോ? പോസിറ്റീവായിട്ട് തോന്നാൻ പാടില്ല. ഇസ്ലാമിൽ നന്മയില്ല. അപ്പൊ നെഗറ്റീവായിട്ട് പറയണം. അപ്പൊ എങ്ങനെ പറയണം? മുഹമ്മദ് നബിക്ക് അങ്ങനെ തോന്നി, ഇങ്ങനെ തോന്നി, വിങ്ങും നെഞ്ചൊടി. അതായത് അറ്റ്ലീസ്റ്റ് മൂപ്പരുടെ ആ ഒരു വൃത്തികെട്ട ശൈലി കൊണ്ടെങ്കിലും ഇസ്ലാമിനെ മോശമായിട്ട് അവതരിപ്പിക്കണം. ഈവൻ കിട്ടിയ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുമെന്ന് ഏതെങ്കിലും തരത്തിൽ തോന്നിയാൽ പോലും ഒന്നുകിൽ അതിൽ നുണ അടിയും, നേരത്തെ വാളിൻ്റെ കാര്യം പറഞ്ഞു നുണ അടിയും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഉമർ അള്ളാഹുവിന്റെ വിഷയത്തിലുണ്ടായതുപോലെ കുളിസീൻ പോലെ ഇല്ലാത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് പറയും. അതായത് എക്സ്ട്രാ അങ്ങനെ ഇടക്കിടക്കുള്ള ഇമോഷൻസ് ആഡ് ചെയ്തിട്ട് അത് വികലമാക്കും. ഒന്നും പറ്റില്ല. ഈ പറച്ചിലുള്ള വൃത്തികേടുകൾ മിമിക്രിയും പരിപാടിയൊക്കെ ആയിട്ട് അതിനൊന്നിങ്ങനെ മാറ്റിയെടുക്കാൻ ആക്ടും പരിപാടിയൊക്കെ അത് എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തികേട് പറയാന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒക്കെ ഒരു റൂട്ടായിട്ട് എനിക്ക് തോന്നിയൊരു സാധനം വെച്ചാൽ അവസാനം പിന്നെ അതിൻ്റെ ഏറ്റവും ക്ലൈമാക്സിൽ പറയുന്നൊരു സാധനമുണ്ട്, അതൊന്ന് കണ്ടോക്കാം, മനസ്സിലാവും. എന്നെ സംഖ്യയോ കൃസംഖ്യയോ ആക്കാൻ വേണ്ടി എല്ലാ ഞമ്മന്റെ ആൾക്കാരും റെഡിയാണെന്ന് എനിക്കറിയാം. ആക്കിക്കോളൂ, പക്ഷേ ഞാൻ സംഖ്യയല്ലല്ലോ. സംഖ്യയല്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രസ്ട്രേഷൻ ഇങ്ങനെ കേറി തിളച്ചു മറിയണം. എന്താന്ന് മനസ്സിലാവില്ല, എന്തോ മാനസികമായിട്ട് എന്തോ ഇസ്ലാമിനെ പറയുമ്പോ എന്തോ പിന്നെ രീതിയിലൊരു തോന്നും. അപ്പൊ ആ രീതിയിലാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ രീതിയിൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും തിന്മയാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് മാറി എന്നുള്ളതിനെ പോലും ഇങ്ങനെ മിമിക്രി ആയിട്ട് കാണിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒരു വിമർശനമോ അല്ലെങ്കിൽ ഈവൻ പരിഹാസമായിട്ടും സംഖ്യയല്ല എന്ന് പറഞ്ഞത്, സംഖ്യകൾ പോലും ഈ അംഗീകരിക്കുന്നു. കാരണം സംഖ്യകൾ മലയാളം പറയുന്ന സംഖ്യകൾ കുറച്ചെങ്കിലൊക്കെ ഒരു നിലവാരം, കാരണം മലയാളികൾക്കിടയിൽ കാണിക്കുന്നതാണ്. ഇത് അത്രയും നിലവാരമല്ല, ഇത് അതിനേക്കാൾ പുതിയൊരു ടീമാണിത്. ജാതി 51 പറഞ്ഞ പോലെ തന്നെ വേറൊരു വിഭാഗം, വേറെ ഏതൊരു വിഭാഗമാണ്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇതേപോലുള്ള കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ വീഡിയോസ് 1-2 വീഡിയോസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് 500 വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് അവർ 2 വീഡിയോ ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ഇത് വേണോ? നോ, ഇനി ഇത് പറയുന്നത് അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഒന്ന് അർഹിക്കുന്നില്ല, രണ്ട് നമുക്ക് സമയം ഈ സാധനത്തിന് കളയാൻ ഇല്ല. കാരണം ഒന്ന് ഇതിലൂടെ മുപ്പര് പറയുന്ന കളവാന്ന് മുപ്പര് പറയുന്നുണ്ട്, വ്യക്തിഹത്യ എന്ന് പറയുന്നുണ്ട്, ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ മുപ്പര് പറഞ്ഞ കളവിനെ ചില സമയങ്ങളിൽ തിരുത്തുന്നുണ്ട്, മുപ്പര് ഫ്രസ്ട്രേഷൻ പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഗിമ്മിക്കുകൾ കുറെ കാണിക്കുന്നുണ്ട്. ഇതെന്ന് ആളുകൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. വളരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ഇത് വീഡിയോസ് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി കാണുന്ന സമയത്ത് തന്നെ പിന്നെ ചില പിന്നെ ഹദീസുകൾ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇതാ ഇന്ന ഹദീസിലുണ്ട്, ഇന്ന പിന്നെ എന്താ തഫ്സീറിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ഇന്ന സീറയിൽ ഇന്ന ഭാഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ പലയിടത്തും ഈ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ തന്നെ പിന്നെ പക്ക പിന്നെ ഈ തഫ്സീറിലുള്ള മുഫ്സിറുകളായിട്ടുള്ള ആൾക്കാർ പക്ക കള്ളത്തരം എന്ന് പറഞ്ഞ സാധനങ്ങൾ പോലും എടുത്തിട്ട് ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ കാണിക്കാത്തതാണ്. അതിങ്ങനെ വിശദീകരിച്ച് ഇനിയും കുറേ സമയം, പിന്നെ നമ്മുടെ സമയവും ഈ കാണുന്ന ആൾക്കാർക്കും സമയം നമ്മളത് പരിഗണിക്കണമല്ലോ. അപ്പോൾ ആ നിലക്ക് കുറേ കള്ളത്തരങ്ങളാണ്. അപ്പോൾ നമ്മൾ നോണ സീരീസിൽ പിടിച്ച കുറേ നോണകൾ അതിനുള്ളിലുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഓരോന്നും എടുത്തിട്ട് പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും അവസാനിപ്പിക്കാൻ തോന്നൂല്ലേ? ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.